ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസിന്റെ ഉദയം പദ്ധതിക്ക് തുടക്കം. ലഹരിയുടെ സ്വാധീന വലയങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിനും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനും ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉദയം. മന്ത്രി പി രാജീവ് ഉദയം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിമരുന്നുകളുടെ ഉപയോഗം മാരക വിപത്തായി കുട്ടികളെപ്പോലും ബാധിക്കുന്ന സാഹചര്യത്തിൽ ലഹരിയുടെ സ്വാധീന വലയങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിനും ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനും ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് കൊച്ചി സിറ്റി പോലീസ് ഉദയം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. കളമശ്ശേരി രാജഗിരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഉദയം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ലഹരിയുടെ കാലത്ത് അതിനെ നേരിടാൻ കേന്ദ്ര നിയമങ്ങൾ കൂടുതൽ ശക്തമാകേണ്ടതുണ്ടെന്ന് മന്ത്രി രാജീവ് പറഞ്ഞു. കേന്ദ്ര നിയമങ്ങൾ കാലത്തിനനുസരിച്ച് പുതുക്കുന്നില്ല. ഈ പുതിയ ലഹരിയൊന്നും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമല്ല. ഇപ്പോൾ നിയമമന്ത്രി എന്ന് കൂടി ഞാൻ പറയാം, നമ്മുടെ നിയമ സംവിധാനം അത് സ്റ്റേറ്റിന് ഒരു പരിമിതിയുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കുറേയേറെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. എന്നാൽ നിയമ സംവിധാനം കൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. അതുകൊണ്ടാണ് അതിവിപുലമായൊരു ക്യാമ്പയിൻ നാടിൻ്റെ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ NSK ഉമേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും പ്രതിജ്ഞ. ഹൈബിയുടെ MP, DCP അശ്വതി ജിജി, കളമശ്ശേരി നഗരസഭാ അധ്യക്ഷ സീമ കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഉദയം പദ്ധതിയുടെ ബോധവൽക്കരണ ക്ലാസുകൾക്കായി ട്രെയിനിംഗ് മെറ്റീരിയൽ തയ്യാറാക്കിയ വിദഗ്ധ പാനൽ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായി ഒരു വർഷം 1000 ബോധവൽക്കരണ ക്ലാസുകളാണ് ഉദയം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.